ഹലോ, റംലയാണോ? അതെ മാഡം. റംല ഇന്ന് ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റിയ വരാത്തെ? ഞാൻ അറിഞ്ഞിട്ടില്ല മാഡം. ഞാൻ വരേണ്ട ആവശ്യമില്ല മാഡം. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി. ഞാൻ ആ വീട്ടിൽ വന്ന് കയറിയിട്ട് 6 വർഷം ആ കുടുംബത്തിൽ ഞാൻ താമസിച്ചു. ഞാനിപ്പം 11 വർഷമായി മാഡം. വേറെ ഒരു 4 സെന്റ് വസ്തു ഒരു വീട് വാങ്ങിച്ചു വെച്ച് താമസിക്കുക. എനിക്ക് 16 വയസ്സുള്ള ഒരു മോനും 11 വയസ്സുള്ള ഒരു മോളും ഉണ്ട്. എന്റെ കെട്ടിയൻ ഒരു പച്ചക്കറിക്കട ഡെയിലി 500 രൂപയ്ക്ക് കൂലിക്ക് നിൽക്കുക. എനിക്ക് അത് കൊണ്ട് തന്നെ ഞങ്ങൾ കുടുംബമായി താമസിക്കുക. എന്റെ ചേട്ടൻ എന്ന് പറയാമെങ്കിൽ എന്റെ ഒരു ആംഗ്ലയുടെ സ്ഥാനമാണ്. എന്റെ ഒരു മൂത്ത ആങ്ങളുടെ സ്ഥാനമാണ് ഞാൻ എന്റെ ചേട്ടന് കൊടുത്തിരിക്കുന്നത്. അത് എന്റെ മരണകാലം വരെയും ഞാൻ ഇനി അത് കൊടുക്കും. ഞാൻ ഇന്ന് വരെ നേരെ നിന്ന് എന്റെ ആ ചേട്ടനോടൊന്ന് സംസാരിക്കുമോ, ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ആ ചേട്ടൻ എന്റെ രീതിയിൽ എന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നെ ഒരു പെങ്ങടെ സ്ഥാനം ആ ചേട്ടൻ കണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വണ്ണുണ്ട്, വെളുപ്പുണ്ട്, സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അത്ര നാണം കെട്ടുകൊണ്ട് ഞാൻ മദ്രസയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ അവര് എന്റെ ഭാഗം നിന്ന് ഇവളെ ഓരോന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ആ സ്ത്രീ അങ്ങനെ നടക്കുന്നതല്ല എന്നോട് അവരോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ വിളിപ്പിക്കുക, ഇയാൾ ഒട്ടും വിഷമിക്കണ്ട, ഇയാളെ പറ്റി ഇനി അങ്ങനൊന്നും പറയാം. ഞാൻ അത്ര സഹി കെട്ടാൻ കൊണ്ട് കൊടുത്തു. ഞാൻ എന്റെ ഒരു ചേട്ടത്തിയുടെ സ്ഥാനം ഞാൻ ഇവക്ക് കൊടുത്തു. പക്ഷെ ഇനി ഞാൻ കൊടുക്കത്തില്ല. എവിടെ താമസം? ഞാനിപ്പം വേറെ ഒരു വീട് വെച്ച് എന്റെ കുടുംബ വീടിന്റെ ഇച്ചിരി 2-3 വീടിന് മേവച്ചവ മേടം ഇവിടെ വന്ന് തിരക്കിയിട്ട് എന്നെ പറ്റി ആരെന്തോ പറഞ്ഞ് ഒരു നല്ല കാര്യമല്ലാതെ ഒരു ചീത്ത കാര്യം പറഞ്ഞു തരത്തില്ല മേഡം. ഇവിടുന്ന് വന്ന് അന്വേഷിച്ചപ്പോ റംലയെ കുറിച്ചും റഷീദിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ നല്ല അഭിപ്രായങ്ങൾ തന്നെ നിങ്ങളുടെ പരിസരം. എന്തായാലും റംലയെ ജസ്റ്റ് ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ കേട്ടോ. താങ്ക് യു. ഞാൻ പറഞ്ഞ ചൂലെടുത്ത് അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ആങ്ങളുടെ കൂടെ പുറക്കുന്നെന്ന് പറഞ്ഞു. എന്റെ തള്ളയെ കൂട്ടി വെച്ചു. ഇവളിങ്ങനെ പറഞ്ഞു. ഞാൻ ഈ തോന്നിയാസോ ഇനി നീ പറഞ്ഞു ചൂലെടുത്ത് പറഞ്ഞതാ. ഞാൻ ചെയ്യാത്ത ഞാൻ ഹബീബ ഇപ്പോഴും ഭർത്താവിനോട് പഴയ പോലെ ഇഷ്ടത്തിലാണെന്നല്ലേ പറയുന്നത്? നേരത്തെ അങ്ങനെ പറഞ്ഞല്ലോ. ഇപ്പോഴും ഇഷ്ടക്കേടില്ല എന്നുള്ള ഒരു അവസ്ഥ. എനിക്കിപ്പോഴും ഇഷ്ടക്കേടില്ല. ഇനി ആ കുടുംബത്തിൽ ഞാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല, എന്റെ സ്വർണ്ണവും എന്റെ പണയും മാത്രം എനിക്ക് മാറ്റി വെക്കാൻ. റംലയുടെ പ്രശ്നം അവര് വേറെ വീടൊക്കെ വാങ്ങി പോയല്ലോ. ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ കണ്ടില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമേ ഞാൻ പറഞ്ഞു. അതെ, ഇനി നല്ല നിലയ്ക്ക് ജീവിച്ചു പോവാന്നല്ലേ? ഇനി എനിക്ക് വേണ്ട. ഇനി എനിക്ക് തോന്നി ഈ പറഞ്ഞ വീട് നേരെ വെച്ചാൽ കഴിഞ്ഞ സാഹചര്യങ്ങളൊക്കെ വിട്ടുപോയല്ലോ. കഴിഞ്ഞ സാഹചര്യം വിട്ടു നാളെ കുറിച്ച് ചിന്തിക്കും. നാളെ കുറിച്ച് ചിന്തിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ തന്തൻ തള്ളം കളഞ്ഞു വെച്ച് ഞാനിപ്പം ഇവിടെ കൂടെ പോയി താമസിക്കാൻ വെക്കുക. എന്റെ വീട്ടിൽ വന്ന് കഴിയുകയെന്നാലും ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കുക മാത്രമല്ല ഇവിടെ വന്നാൽ. ഇതിനകത്ത് വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. സാർ, ഇതാണ് വേണു BM അല്ലേ? നിങ്ങള് പിന്നെ അവരുടെ ആങ്ങളുടെ ഭാര്യ? ഇവരുടെ ആങ്ങളുടെ ഭാര്യ. റഷീദിനെ എത്ര കാലമായിട്ട് അറിയാൻ വേണുവിന്? ഏകദേശം 8 വർഷത്തെ പരിചയമുണ്ട്. 8 വർഷത്തെ പരിചയമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഒരുമിച്ച് നല്ല സഹകരണത്തിൽ ഒരു വീട് പോലെ കഴിഞ്ഞതാ. പിന്നെ ഹബീബ ബീബി ഉൾപ്പെടെ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. പിന്നെ ആഹാരം കഴിക്കുമായിരുന്നു. എൻ്റെ വൈഫിന് വസ്ത്രങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മകൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കൂടപ്പുറപ്പിനെ പോലെ അതിലധികമായിട്ട് സഹകരിച്ചുകൊണ്ടിരുന്ന. പിന്നെ പുള്ളിക്കാരിയുടെ ചില ഡിമാൻഡുകൾ നമുക്ക് അംഗീകരിക്കാനൊക്കത്തില്ല, ചില കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഓച്ചിറയ്ക്കും കായംകുളത്തിനും ഇടയ്ക്ക് കുറക്കാവ് ദേവീക്ഷേത്രമുണ്ട്. ഞാനവിടെ എല്ലാ മാസം അവിടെ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. ഒരു ദിവസം ആ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞാ വേണു ഞാനിവിടെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ലതാ. വെച്ച് 4 or 5 തവണ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിയുടെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു നീ എന്താ വെച്ചാൽ പ്രാർത്ഥിച്ചേ? പറഞ്ഞത് പിന്നെ അവൻ്റെ 2 സഹോദരന്മാരെന്ന് കൂടി കച്ചവടമുണ്ട്. അവന്മാർ 2 പേരും അവിടെ നിന്ന് അടിച്ചു പിരിഞ്ഞ് പോകണം. അടുത്തിരുത്തി മുന്നത്തന്നെ ഇരുത്തിയാ പറയുന്നത്. അവന്മാർ അടിച്ചു പിരിച്ച് പോകണം. പിന്നെ അത്തായുടെയും അമ്മായുടെയും കളഞ്ഞിട്ട് എൻ്റെ കൂടെ വരണം. ഇല്ല ഞാനും ഇവനെ കൊണ്ടുപോകാൻ അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ നമ്മുടെ അടുത്ത പ്രാവശ്യം പോലെ നീ എൻ്റെ കൂടെ വരണ്ടാകുന്നുണ്ട്. പിന്നെ ഈ അടുത്തൊരു സമയം കൊണ്ടാണ് എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ അവനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ഇരുമ്പ് പണിയുണ്ട്, വണ്ടിപ്പണിയുണ്ട്, ഭാഗപരാണ്. ഞാൻ പല പരിപാടി ചെയ്യുന്ന ആളാണ്. ഈ ആയുധങ്ങളൊക്കെ ശരിയാക്കാൻ ഞാനാണ്. കോന്നി മാർക്കറ്റിലെ എല്ലാവരുടെയും ആയുധങ്ങൾ ഞാനാണ് ശരിയാക്കുന്നത്. അങ്ങനെ അതും തിരക്കാമല്ലോ. കോന്നി മാർക്കറ്റ് വെച്ച് മാർക്കറ്റിൽ എപ്പോഴും ഒരു 100 പേരിൽ കൂടുതലായിട്ട് കോന്നിയിൽ എപ്പോഴും അങ്ങനെ. മാത്രമല്ല എൻ്റെ വൈഫ് കോന്നിൽ ഇറങ്ങിയിട്ട് 6 മാസത്തിലധികമായി. കാരണം സുഖമല്ലായിരിക്കുക. ഗർഭപാത്രം പിന്നെ നീക്കം ചെയ്തതിന്റെ കാരണക്കാരൻ റഷീദാണ്. നിങ്ങൾ തൊഴിക്കും ഒക്കെ റസീന ജനിച്ചു കഴിഞ്ഞ് 2ാമതൊരു കുഞ്ഞുണ്ടായി. പറഞ്ഞു മനസ്സിലായി. 2ാമത് ആങ്ങളെ അറിയാതെ പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് കളഞ്ഞു. അതിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ ജോലിയൊക്കെ ചെയ്ത് അത് പഴുത്തു. അതാണ് സംഭവം അവിടെ നടന്നത്. അത് ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ഇവക്ക് നേരെ ഇളയത് 2 പേര്. ആ 2നെയും ഒന്നിനെയാണ് അറിഞ്ഞുകൊണ്ട് കളഞ്ഞു, ഒന്നിനെയാണ് അറിയാതെ കളഞ്ഞു.
ഈ ശരീരമൊക്കെ നമ്മൾ ഇതായി കഴിയുമ്പോൾ ശരീരമൊക്കെ ആയി കഴിയുമ്പം നമുക്ക് മാനസികമായിട്ട് പഴുപ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇത് അങ്ങനെയാണ് സംഭവിച്ചത്. ഇവക്ക് ഗർഭപാത്രം എടുത്ത് കളഞ്ഞ പൈസ മൊത്തം മുടക്കിയത് ഈ ആങ്ങളെയാ, വേറെ ആരുമല്ല മുടക്കി, ഈ ആങ്ങളെയാ മുടക്കിയത്. എല്ലാം രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് വെച്ച് എല്ലാം കഴിഞ്ഞ് 3 മാസം അവളെ നോക്കിയെന്ന് ചോദിക്കണം മേഡം. ഞാൻ പ്രസവിച്ച് എനിക്ക് 2 പിള്ളേരാ. ഇവിടെ ആളേത് ഒരു മോനെ ഉള്ളായിരുന്നു. എൻ്റെ മച്ചനെ എന്റെ വയറ്റത്ത് അടിക്കാന്ന് പറഞ്ഞ അടിച്ചതല്ല, എന്റെ തുടക്കടിച്ചതാ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോഴേ വയറ്റത്ത് കൊണ്ടതാ. അങ്ങനെ ആഞ്ഞ അടിച്ചതെന്നല്ല തുടക്കടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ കൂട്ടത്തിലാണ് എന്റെ വയറ്റിൽ കൊണ്ടതാ. ഞാൻ അത് സാറിന്റെ അടുത്ത് മുമ്പേയും പറഞ്ഞു. ഈ കൊച്ചു പറയുന്ന ദൈവത്തിനോട് ഈ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഈ കൊച്ചു പറഞ്ഞ വെറും കള്ളത്തരമായിരുന്നു. ഒരു കുഞ്ഞി അതിന്റെ വയറ്റിലുണ്ടായിരുന്നു. ഈ മോളെ കഴിഞ്ഞ ഒരു കുഞ്ഞിനെ മായയെ കുറിച്ച് പറഞ്ഞ ആരോപണത്തിൽ എനിക്ക് അതിനകത്ത് യാതൊരു വിഷയവുമില്ല. അങ്ങനെ ഒരു ആരോപണം അവർ പറയാൻ കാരണം റഷീദ് എന്റെ വീട്ടിൽ വരും. അപ്പൊ ഞാൻ ഇവിടെ മീൻ മേടിക്കാൻ അവിടെ ചെല്ലുമല്ലോ. അപ്പൊ ഞാൻ മീനിന് പൈസ കൊടുക്കത്തില്ല. പ്രധാന കാരണം ചില ദിവസം ഞാൻ അവളെ ആയിരിക്കും പറയും, എനിക്ക് ആലയിൽ പണിയുണ്ട്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലായിരിക്കും പോകുന്നത്. ചിലപ്പോൾ എൻ്റെ മകൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. ഇവർ അമ്മയും മോളും കൊണ്ട് അവിടെ ചെല്ലും, മീനെടുക്കും, ഇങ്ങ് പോരും, പൈസ കൊടുക്കത്തില്ല. കാരണം ഏറ്റവും കുറവ് ഒരാഴ്ചയിൽ 1000 രൂപയുടെ പണി അദ്ദേഹത്തിന് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ മീനെടുക്കും, ചിലപ്പോൾ അതിൽ കുറച്ച് മീനെടുക്കും. അപ്പം ഞാൻ മീൻ എടുക്കുന്നതിൻ്റെ പൈസ അവന് കൊടുക്കത്തില്ല, അവൻ്റെ ആയുധങ്ങൾ ശരിയാക്കുന്ന പൈസ ഞാനും മേടിക്കത്തില്ല. ഇത് രഹസ്യമൊന്നുമല്ല, കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് സൗഹൃദം. പിന്നെ എൻ്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പൊതുവെ വണ്ണമുള്ള സ്ത്രീകളോട് ഇച്ചിരി അലർജിയാണ്. അത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നീ വണ്ണമുള്ള പെണ്ണുങ്ങളെ നോക്കിയാൽ പോന്നേ. ഈ പറഞ്ഞ പച്ചക്കള്ളവാ. ഞാൻ ആ കോന്നി ചന്തയിൽ നിന്ന് കാണുന്ന സംഭവമായത്. പിന്നെ ഇവരെ പെണ്ണുമ്പിള്ള അവിടെ കോന്നി വരും, സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. പലവരും പറഞ്ഞിട്ടുണ്ട്. ഈ വേണു പറഞ്ഞ പച്ചക്കള്ളവാ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കാണുന്ന, ഞാൻ ആ കോന്നി ചന്ത വന്ന് മീനൊക്കെ വാങ്ങിച്ചത് ഈ കൊച്ചു എപ്പോഴും വന്ന് പറയും, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളാ ഈ കൊച്ചു എപ്പോഴും വന്ന് ഞങ്ങളുടെ കടയിൽ നിന്നാണ് കരയുന്നത്. കെട്ടിൻ്റെ അടുത്ത് പോയാൽ പൈസ കൊടുക്കത്തില്ല, ഇങ്ങനെ വഴക്ക് പറഞ്ഞതിനെ ഓടിച്ചു വിടുവാന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും എൻ്റെ കടയിൽ വന്ന് നിന്ന് കരയും. എപ്പോഴും നമ്മളെന്താ ചെയ്യാൻ, നമുക്കൊരു ഒന്നും പറയാനും ഞങ്ങളോട് ഗുണമില്ല, ദോഷമില്ല. നമ്മളോട് ഒന്നിനും വന്നിട്ടുമില്ല, ഒരു പറഞ്ഞിട്ടുമില്ല. നീ നിൽക്കാൻ ഒരു ഇതിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ അനിയത്തെക്കുറിച്ച്, കൂട്ടുകാരൻ്റെ ഭാര്യയെക്കുറിച്ച് ഇപ്പം റംല സംസാരിച്ചപ്പോഴും പറഞ്ഞത് പുറത്തുള്ള ഏതെങ്കിലും ഒരു പുരുഷനെ കുറിച്ച് പറഞ്ഞാൽ പോലും നമുക്കത് തള്ളിക്കളയാം. നിൽക്കൂ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. നിങ്ങളാണ് പരാതിക്കാരി. നിങ്ങളെ മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ ഒത്തുതീർപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. എങ്കിലും നിങ്ങൾക്ക് പറ്റിപ്പോയ പാളിച്ചകൾ ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ അത് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വനിതാസല്ലേ പരാതി കൊടുത്തു, ന്യായമായിട്ടൊരു സ്ത്രീക്ക് പരാതി പറയേണ്ട സ്ഥലമാണ് അത് ന്യായം. നിങ്ങളെല്ലാവരോടും ഇത്തരം കാര്യങ്ങൾ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ മുറയില്ലാതെ സംസാരിച്ച് അവർ 10-11 കൊല്ലോട്ട് വേറെ താമസിക്കുക, അല്ലെങ്കിൽ ഒരു 6 കൊല്ലോട്ട് ഒരു വേറെ വീട്ടിൽ പോയി താമസിക്കുക. നിങ്ങൾ ചെയ്ത നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്തിട്ടാണോ ഇത് പറയുന്നതെന്ന് വേണം ചിന്തിക്കാൻ. നിങ്ങളുടെ ഈ 2 മക്കളെ നിങ്ങൾ ആമക്കൊക്കെ വേണ്ടി നിങ്ങൾ ഗൾഫിൽ പോയി അവരുടെ കൂടെ നിന്ന് വളർത്തി, അവർ രണ്ടുപേരുടെയും ജീവിതം ശരിയല്ല എന്താ ഇവർ പറഞ്ഞു. ഈ പെൺകുഞ്ഞിനെ വളർത്താൻ നിങ്ങൾ വിട്ടുപോയി. സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള വിഷമം നിങ്ങളോടുണ്ട്. നിങ്ങൾ പറയുന്നു എന്നെ തള്ളി പറഞ്ഞതുകൊണ്ട് കള്ളക്കേസ് കുടിക്കിയതുകൊണ്ട് വേണ്ട. നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ ആ കുട്ടിയെ സ്നേഹിച്ച് വളർത്താൻ നോക്കിയിട്ടില്ല. ആ കടമയും നിങ്ങൾ ചെയ്തിട്ടില്ല. ഒരു അമ്മയെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ കടമ നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് അങ്ങേയറ്റം സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ മറ്റു സ്ത്രീകളെ സംശയിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വീട് വിട്ട് വരികയില്ല. ഒരു കാരണവശാലും ഭർത്താവുമായിട്ടുള്ള ജീവിതം പറ്റില്ലെന്നാണോ? പറ്റില്ല. കുടുംബജീവിതമല്ലേ, മകളെ പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? നമ്മളൊരു കുടുംബജീവിതമല്ലേ നയിക്കുന്നത്. അപ്പൊ മകളെ പറ്റിയും നല്ല രീതിയിൽ ജീവിച്ചു പോകണം, അതാ എനിക്ക് ആഗ്രഹം. നാളെ തൊട്ട് മകള് നിങ്ങളെ അമ്മ പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമില്ല സാർ. ഇവിടെ മാത്രമേ ഉള്ളൂ പ്രശ്നം. അവർക്ക് വേറെ യാതൊരു പ്രശ്നം. അവർ പറയുന്നത് 1-2 ഡിമാൻഡ്. അനാവശ്യമായിട്ട് കറങ്ങിയാടുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയരുത്. വീട്ടിൽ വന്ന് താമസിക്കാം, മോടെ കാര്യം നോക്കട്ടെ, അവർക്ക് സന്തോഷം. അവർ വേറെ താമസിക്കുന്ന, അവരിവിടെ ഇല്ല. അവർക്ക് അവരുടെ അമ്മയ്ക്ക് വയസ്സായി, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക്. നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്? എനിക്ക് സ്വീകരിക്കാൻ തയ്യാറില്ല, ഞാൻ തയ്യാറല്ല. പോകാൻ തയ്യാറല്ല. മകളുടെ വിവാഹവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ അമ്മ കൂടെ വേണ്ടേ? എന്തിനാ? അമ്മയുടെ പകരം എന്റെ അനിയത്തിയുണ്ട്, അതാ അമ്മ. അവര് വേറെ വീടൊക്കെ വാങ്ങി വേറെ സ്ഥലത്തല്ലേ താമസിക്കുന്നത്? അല്ല, അത് എന്റെ മിറ്റത്തിന്, അത് അമ്മ. പറ്റി പറഞ്ഞു എന്റെ മോള് കോടതി പറഞ്ഞതാ, നീ അല്ല എന്റെ അമ്മ, എന്റെ അമ്മ എന്റെ ചിന്നമ്മയാ. അതുകൊണ്ട് എന്താ അമ്മ മാറൂ?
അതങ്ങനെ അമ്മ പറഞ്ഞത്. ഞാനല്ല അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനം എന്റെ മോളെന്തിനെ പിന്നെ അങ്ങനെ പറഞ്ഞു? എത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ ഇപ്പൊ അസുഖമായിപ്പോ ഒരു അമ്മ എന്ന നിലയിൽ ക്ഷമിച്ചുകൂടെ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അമ്മ അസുഖമായിപ്പോ ഞാൻ ഇന്ന് പറഞ്ഞു പോയില്ല. അതുകൊണ്ട് ആ 10 മാസം ദേഷ്യത്തിന് നൊന്ത് ചെറിയ പ്രസവിച്ച കുട്ടിയല്ലേ. തള്ളയുടെ വേദന പെറ്റമ്മയുടെ വേദന മറ്റമ്മ അറിയത്തില്ലെന്ന് പറഞ്ഞു. പെറ്റമ്മയുടെ വേദന പെറ്റമ്മയ്ക്കേ അറിയത്തുള്ളൂ. ഇപ്പൊ നീ ഒന്ന് കിടപ്പിൽ കിടന്നാലും ഞാൻ ഓടി വന്ന് നിന്നെ അത് എടുക്കണ്ടേ? പോയില്ല. അതിനുശേഷമാണല്ലോ കുട്ടിക്ക് ഒരു വേദന വന്നത്. അതിന് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പോകുന്നത്. അതുവരെ പോയിരുന്നില്ലേ? ഒത്തിരി എനിക്കറിയത്തില്ല തമിഴ്നാടൊന്നും. ഇവിടെ വരാൻ പോലും എനിക്കറിയത്തില്ല. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതെന്ന് ഏക്കാന്ന പൂക്കാന്ന് പോലും അറിയത്തില്ല. ആയിക്കോട്ടെ ഹബീബ, എന്തായാലും ഞാൻ കേൾക്കട്ടെ സാറേ, ഒരു കാര്യം മേഡം കേട്ടണം. എടി, നീ എന്റെ കൂടെ വന്നില്ലല്ലോ, നീ വരുന്ന എന്റെ കുഞ്ഞിനെ കാണാൻ. നിന്റെ മോൾ ആസുഖമില്ല. ഞാൻ ഫോൺ കൊണ്ട് കൊടുത്തു. എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ തമിഴിൽ ഏതാണ്ടെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തമിഴ് അറിയത്തില്ല, മലയാളം അറിയാം. മറ്റാൻ്റെ കൊണ്ട് കൊടുത്തു. മറ്റാൻ തമിഴിൽ ഏതാണ്ട് പറഞ്ഞപ്പം പറഞ്ഞു, എന്നാ ഹബീബ നീ എന്റെ കൂടെ വാ ആശുപത്രി, നീ വരുന്ന എൻ്റെ അടുത്ത് ഒരു വാക്ക് വരും. നേരം വെളുത്ത് കുഞ്ഞിനെ ഞാൻ തിരക്കുക. ഞാൻ ചോദിച്ചു അമ്മയുടെ അടുത്ത് എങ്ങനെ ചോദിക്കും? അമ്മ വന്നാൽ അമ്മ എന്നെ ചീത്ത വിളിക്കുമല്ലോ. അമ്മായിയമ്മ എടുത്ത് അയലക്കാരടുത്ത് ചോദിച്ചു, കൊച്ചെ നിങ്ങളെ മച്ചാൻ പോയി, ആരാ കൂടെ പോയതെന്ന് ചോദിച്ചു. ആരാ കൂടെ പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നൗഫന്നെയും വിളിച്ചോണ്ട് അങ്ങേര് പോകുന്നത്. അനിയത്തിയുടെ മോനെയും കൊണ്ടാണ് പോയത്. നൗഫന്നെയും കൊണ്ട് പോയി. നമ്മൾ പോയി കുഞ്ഞിനെ കൊണ്ടു വരുമ്പോൾ കാണാമല്ലോ. ഞാൻ റോഡെ നോക്കിയിരുന്നു. മോള് വന്ന് കയറുന്നത് ഞാൻ കണ്ടില്ല. മോള് വന്ന് കയറുന്നത് ഞാൻ കണ്ടില്ല. ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഞാൻ കുഞ്ഞിനെ അവളെക്കൊടുത്തി വിട്ടിട്ട് കൊച്ചിങ്ങോട്ട് വന്നതായിരിക്കുന്നു. പിറ്റേ ദിവസം ഞാൻ മോൻ നോക്കിയപ്പോൾ അതൊക്കെ മോള് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു മോന് കുറവുണ്ട്. കുറവുണ്ട് അമ്മ എന്ന് പറയും. അത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. ഞാൻ അങ്ങോട്ട് കയറിയില്ല. അതേ ഉള്ളു തെറ്റ്. അല്ലാതെ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ടെന്നോ ഞാൻ കളയത്തില്ല. ജീവിതകാലം വരെ കളയത്തില്ല. പ്രധാന കാര്യമാണ് മകൾക്ക്. ഞാൻ ചോദിക്കട്ടെ ഹബീബ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്തായാലും അത് നാളെ ആ കുട്ടി കല്യാണം കഴിയും, അതിന് കുഞ്ഞുങ്ങളുണ്ടാവും. അതൊരു അമ്മയാവുമ്പോൾ ഒരു അമ്മയുടെ വിഷമം തീർച്ചയായിട്ടും അതറിയും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുന്നത് തെറ്റിദ്ധാരണയുടെ പേരിൽ കുറെ നിങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കണ്ടതേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കണ്ടു തീർന്നില്ലേ ഹബീബ? അതാ അവര് പോയില്ലേ വേറെ? അവര് പറഞ്ഞു. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഹബീബെ പോലെയുള്ള ഒരു സ്ത്രീയെ 20 വയസ്സായ ഒരു മോള്, അവർക്ക് കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുമല്ലോ. അതിലെന്തെങ്കിലും ശരിയുണ്ടെന്ന് ഹബീബയ്ക്ക് ചിന്തിച്ചൂടെ? അവളെന്താ മോള് ഹബീബ പറയണ ഞാൻ പറയുന്ന ഇവള് എന്റെ മോള് കേക്കത്തില്ല. ഞാൻ പറയുന്ന അവരത്ത പറയുന്ന ഹബീബേക്കാളും കുറച്ചും കൂടി എഡ്യൂക്കേഷനും ലോകം കണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ള കുട്ടിയല്ലേ? എനിക്ക് ഭയങ്കര ഭ്രാന്താന്ന്. അല്ല അതല്ല, ദൈവം അവർക്ക് ഭ്രാന്ത് കൊടുക്കാതിരിക്കട്ടെ. എനിക്കും തന്നോണ്ട്. ഹബീബേക്കാളും കുറച്ചും കൂടി ചിന്തിക്കാൻ കഴിവുള്ള ഒരു കഴിവ് നമ്മുടെ മകൾക്ക് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും പറഞ്ഞത് ഇപ്പൊ ആ കുട്ടി കോളേജിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും ആരാ പഠിപ്പിക്കാൻ വിട്ടത്? അല്ലല്ല, ഞാൻ എന്റെ വീട്ടിലെ കരരസീതും എന്റെ പിന്നെ കാർഡിന്റെ കോപ്പിയും കൊടുത്ത എന്റെ കുഞ്ഞിന് ഞാൻ വിട്ടത്. നല്ലതാ, നല്ല മകള് വളർന്നല്ലോ. അപ്പൊ മകള് കുറച്ച് വളർന്നു. ഇനി മകളെ നമ്മൾ അംഗീകരിക്കണല്ലോ. അപ്പൊ മകൾക്ക് ഉപ്പയെ കുറിച്ച് അങ്ങനെ ഒരു കാര്യമായ ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ല, ഉപ്പ അമ്മയുടെ കൂടെ തന്നെ ആരോപണങ്ങൾ പറയണോ? ഇഷ്ടം നന്ദെന്ന് പറയുമ്പോ ജീവന. അല്ല, അത് ജീവനാ. അമ്മോടും ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരിക്കില്ല. അത് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിക്കോട്ടെ. അമ്മയെക്കാളും ഇഷ്ടം അച്ഛനോടുണ്ട് എന്ന് തോന്നട്ടെ. നമ്മുടെ ആൾക്കാർ എവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞൊരു കാര്യം, ആ സ്ത്രീ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്, നല്ല സ്ത്രീയാണ് ഹബീബ. ആദ്യത്തെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ ആളോ വരാമെന്നും പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, അബദ്ധം പറ്റിപ്പോയി. ആ കൊച്ചുങ്ങളെയും വളർത്തണം. ഈ കൊച്ചിനെ നോക്കി കുടുംബത്തിന് വേണ്ടി ഒരു പിറന്ന രാജ്യത്ത് പോയി. അവർ തിരിച്ചു വന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർക്ക് എന്താണെന്നറിയില്ല, അവർ ഈ നിരപ്പിന് നടന്ന അനാവശ്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടാത്തൊരു സാധനം, എനിക്ക് വേണ്ടാത്തൊരു സാധനം ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ അതേ നോക്കി നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തുവാ? അതില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. മിനിമം നിങ്ങളുടെ മകളുടെ ഭാവിയെങ്കിലും ഓർത്ത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ കുഞ്ഞിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും നിങ്ങളുടെ കുഞ്ഞ് അതുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പിതാവിനെ കുറിച്ച് ഇനി നിങ്ങൾ അനാവശ്യം പറയരുത്. അതാദ്യം ജീവിതത്തിൽ തീരുമാനം എടുക്കുക. മനസ്സിലായോ? അപ്പൊ മകളുടെ ഭാവിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ആൺമക്കളെ കുറിച്ച് നല്ലത് പറയണത് മകളെ കുറിച്ചും പറയും. അവരിപ്പോ നല്ല കുട്ടി പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ ഹബീബ. നിങ്ങൾ ജോലി എടുക്കുക, നിങ്ങളുടെ മകൾക്ക് കൊണ്ടുവന്ന എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി, നിങ്ങളുടെ കടമ. മനസ്സിലായില്ലേ? ഭർത്താവിന് അയാളുടെ ചെലവ് നിങ്ങൾ നോക്കണ്ട. ചെലവിന് വേണമെന്ന് അയാൾ ന്യായമായിട്ട് അയാളുടെ മകളെ നോക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കടമ അയാൾ ചെയ്യും. അയാൾ അറിഞ്ഞ് ചെയ്യും. നിങ്ങൾ ചെയ്യണം റഷീദ്. എന്നെ നോക്കണ്ട, ഞാൻ മരിക്കുന്ന ചെലവിന് കൊടുക്കണം. എനിക്ക് ഒരു മടിയുമില്ല. അല്ല, നിങ്ങൾക്ക് ചെലവിന് തരാനായിട്ട് അയാൾ തയ്യാറാണ്. നിങ്ങൾ വാങ്ങിക്കാൻ തയ്യാറല്ലേ? ഉണ്ട്, വാങ്ങിക്കും. അവര് വാങ്ങിക്കും. ഇത്ര നാളൊക്കെ വാങ്ങിക്കും. നിങ്ങൾ വാങ്ങിക്കണം. എന്തായാലും നിങ്ങളുടെ മകളും നിങ്ങളുടെ ഭർത്താവുമാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഇനി അത് നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാലും മാറ്റാൻ പറ്റത്തില്ലല്ലോ.
അദ്ദേഹം നോക്കിക്കോളും. നിങ്ങൾക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തോളൂ. സാറേ എന്റെ പണയം വെച്ച സ്വർണം കൂടി ഇങ്ങനെ എടുത്തു തരാൻ പറയണേ. ഞാൻ 15-ാം തീയതി അവധി പറഞ്ഞായിരുന്നു. ഞാൻ അതിന് ഇപ്പുറമേ എടുത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്താ നമുക്കിത് തീർപ്പാക്കി ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പണയം വെച്ച സാധനങ്ങൾ എടുത്തു തരും. പിന്നെ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ മകളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കുള്ള ചെലവിന്റെ കാര്യവും അദ്ദേഹം ശ്രദ്ധിക്കും. അല്ല, അതിനൊരു നമ്മളൊരു ഒരു വ്യവസ്ഥ റഷീദ്, മാസം അവരുടെ ചെലവിലേക്കായിട്ടൊരു തുക 2000 രൂപ മാസം. മകളുടെ മുഴുവൻ കാര്യം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. ആ കൊച്ചു നോക്കുന്നു, അങ്ങേര് നോക്കുന്നു, അമ്മായി പ്രതിമാസം 2000 രൂപ വീതം കൊടുക്കുന്നു. ആ പണയം സാധനങ്ങൾ അതുപോലെ തന്നെ അത് ലേലത്തിൽ പോകുന്നതിന് മുമ്പ് എടുത്ത് കൃത്യമായിട്ട് കാലാവധി പറഞ്ഞോളൂ. അല്ല, അതിപ്പം ഒരു തീയതി അവര് പറഞ്ഞിട്ടുണ്ട് ബാങ്കുകാർ. അതിന് മുൻപ് ലലേലത്തിൽ പോകുന്നതിന് മുമ്പ് എടുത്തു കൊടുക്കാന്ന് അദ്ദേഹം സമ്മതിച്ചു. വേറെന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ സൗഹാർദ്ദങ്ങൾ നിലനിർത്തും. ഹബീബ, റഷീദ്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ സംസാരിച്ചതിന്റെ പേരിൽ, നിങ്ങൾ സമ്മതിച്ചതിന്റെ പേരിൽ ഒരു തീർപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വായിക്കും, കേൾക്കുക. എന്തെങ്കിലും എതിർപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം. ഹർജിക്കാരിക്ക് ഇന്നു മുതൽ ജീവിത ചെലവിനായി പ്രതിമാസം 2000 രൂപ വീതം എതിർകക്ഷി നൽകാമെന്നും ആയത് എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ ഹർജിക്കാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു കൊള്ളാമെന്നും എതിർകക്ഷി സമ്മതിച്ചിരിക്കുന്നു. ഹർജിക്കാരിയുടെ വകയും 2012 പണയം വെച്ചതുമായ സ്വർണ്ണാഭരണങ്ങൾ ഇന്നേക്ക് 10 ദിവസത്തിനുള്ളിൽ പണയം തിരികെ എടുത്ത് ഹർജിക്കാരിക്ക് കൊടുത്തുകൊള്ളാമെന്ന് എതിർകക്ഷി സമ്മതിക്കുന്നു. 3. മേലിൽ ഹർജിക്കാരി എതിർകക്ഷിക്കും കുടുംബാംഗങ്ങൾക്കും എതിരെ യാതൊരു ആരോപണങ്ങളും ഉന്നയിക്കുന്നതല്ല എന്നും ഇരുവരും സ്നേഹസൗഹാർദ്ദത്തിൽ കഴിഞ്ഞുകൊള്ളാമെന്നും സമ്മതിക്കുന്നു. എതിർകക്ഷിയോടൊപ്പം കഴിഞ്ഞുവരുന്ന ഇരുവരുടെയും മകളായ റസീനയ്ക്ക് അമ്മ എന്ന നിലയിൽ ആവശ്യമായ സ്നേഹ സംരക്ഷണങ്ങൾ തുടർന്നും നൽകിക്കൊള്ളാമെന്ന് ഹർജിക്കാരി സമ്മതിക്കുന്നു. ഇത് സ്വീകാര്യമാണല്ലോ? രണ്ടുപേർക്ക് സമ്മതമാണ്. വ്യവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ ഇത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇതൊരു കോടതി വിധിയാണ്. നിങ്ങൾ പ്രതിമാസം ചെലവിന് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് കോടതി മുഖാന്തരത്തിനെ അത് ഈടാക്കിയെടുക്കാനുള്ള അവകാശമുണ്ട്. അത് അറിഞ്ഞിരിക്കുക. പിന്നെ ഈ സ്വർണവും തിരിച്ചെടുത്ത് കൊടുക്കണം. ബാക്കിയൊക്കെ നിങ്ങളെ കുടുംബാംഗങ്ങളുടെ ഇരു കുടുംബങ്ങളും സന്തോഷമായിട്ട് കഴിയുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഒപ്പിടാം. ഹബീബ വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു മുഖവും ഒന്നുമല്ല ഇപ്പം നല്ല സുന്ദരിയായിട്ട്, നല്ല ചിരിയും നല്ല സന്തോഷവും. അങ്ങേയറ്റം ഭർത്താവിനോടും മക്കളോടും നിങ്ങൾക്ക് സ്നേഹമുണ്ട്. നിങ്ങളൊരു സാധു സ്ത്രീയാണ്. അത് ഈ കണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. ഇവിടെ ഇരിക്കുന്ന ആർക്കും നിങ്ങളോടൊരു പരാതിയും വിഷമവും ഇല്ലാത്തതിൻ്റെ കാരണവും നിങ്ങളൊരു വെറും പാവം സ്ത്രീയാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഇവിടെ എത്രയോ കേസുകൾ വരുന്നു. വളരെ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുകയും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന പല ഭർത്താക്കന്മാർ പീഡിപ്പിക്കുന്നവർ, ഉപദ്രവിക്കുന്നവരൊക്കെ ഉണ്ട്. അയാളും ഒരു സാധു മനുഷ്യനാണ്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യരുത്. ഇത്ര നാളും ഈ പരിഗണന നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളിലൊരു നന്മയുണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഇനി അതുകൊണ്ട് ഒരു ദോഷങ്ങളും ആരെക്കുറിച്ചും പറയാതിരിക്കുക. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോട്ടെ. റസീനയുടെ ഭാവിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എന്തായാലും ഈ പരാതിയും കൊണ്ട് നമ്മുടെ ഹബീബ് ഇവിടെ വന്ന സമയത്തുണ്ടായിരുന്നൊരു ടെൻഷനും ആദ്യം എങ്ങനെ ഇതൊരു തീർപ്പാക്കും. ഒരു രേഖയും ഇല്ലാതെ കുറച്ച് ആഭരണങ്ങളുടെ പേരും കുറേ ലക്ഷങ്ങളുടെ പേരും ഒക്കെ പറയുന്നു. അത് സത്യമോ അസത്യമോ അതൊന്നും നടപ്പിലാക്കാൻ ഒരു മാർഗവുമില്ല ഇവിടെ. മനുഷ്യരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് ഇവിടെ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ നോക്കാം എന്നേ ഞാനും പാനലും ചിന്തിച്ചുള്ളൂ. നല്ല രീതിയിൽ തന്നെ തീർപ്പാക്കാൻ സാധിച്ചു. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും കാരണവശാൽ ഹബീബയുടെ സംസാരം കൊണ്ട് പിന്നെ പലർക്കും പല വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അവരുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും. അതൊക്കെ ഇവിടെ ഈ വേദിയിൽ ഇവിടെ വെച്ച് മറക്കുക എന്നപേക്ഷിക്കുകയാണ്. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.